പുരോഗമിച്ചു വരികയാണ്. ഇരുവശത്തുകൂടെയും ആളുകൾ വലിയ രീതിയിൽ കണ്ടു മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ പൊതുദർശനം പൂർത്തിയാക്കി വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുമെന്നാണോ കരുതുന്നത്? 11:45 ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ തിരക്കാണ് അതിനകത്ത് അനുഭവിക്കുന്നത്. രാവിലെ മുതൽ മോർച്ചറിയിൽ നിന്ന് ഈ മൃതദേഹത്തെ ഈ സ്കൂൾ വരെ അനുഗമിച്ച് ഇപ്പോൾ ഈ മൃതദേഹത്തെ അനുഗമിച്ച് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച ശേഷം പുറത്തേക്ക് വന്ന കൊടുക്കുന്നിൽ സുരേഷ് MP എന്നോടൊപ്പമുണ്ട്. ശരിക്കും ഒരു അനാസ്ഥയുടെ ഇരയല്ലേ? തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചല്ലോ. വൈദ്യുതി മന്ത്രി സമ്മതിച്ചു, വിദ്യാഭ്യാസ മന്ത്രി സമ്മതിച്ചു. ഒരു ടോട്ടൽ നെഗ്ലിജൻസ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇനി ഇവരുടെ പേരിൽ എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. പലതരം കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടിയുടെ വീട്, കുട്ടിയുടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പലതരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടാവും. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യം എന്തൊക്കെയാണ്? ഇല്ല, ഞങ്ങൾ ഇന്നിപ്പോൾ KICCയുടെ സംഘടനാ ചുമതല KC വേണുഗോപാൽ വരുന്നുണ്ട്. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് വന്നിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിഷയത്തിൽ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നേതൃത്വത്തിൽ ആലോചിച്ച് അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. സ്കൂൾ അധികൃതർക്കെതിരെ നടപടി എടുക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഈ ചടങ്ങുകളൊക്കെ കഴിയട്ടെ എന്നാണ് സർക്കാർ പറയുന്നത്. അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവരും ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് നോക്കിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും അതിന് ശക്തമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഇവിടെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഈ തടിച്ചു കുടിക്കുന്ന ജനങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല, എല്ലാ ജനങ്ങളും തടിച്ചു കുടിക്കുകയാണ്. ഇന്നലെ ഞാൻ ഈ സംഭവം ഉണ്ടായ മുതൽ ഈ സമയം വരെയും ഈ സ്കൂളിൻ്റെയും വീട്ടിൽ വരുന്നവരും സ്കൂളിൽ വരുന്നവരും ആശുപത്രി വരുന്നവരെല്ലാം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരോ അതുപോലെ എല്ലാവരും പ്രതിഷേധത്തിലാണ്. അതിൽ കക്ഷി വ്യത്യാസമില്ല. എല്ലാവരും ശക്തമായ പ്രതിഷേധത്തിലാണ്, രോഷത്തിലാണ്. ആ രോഷവും ആ പ്രതിഷേധവും കണക്കിലെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടികളാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതാണ് ദിവ്യ, അത് സർക്കാർ ഇപ്പോൾ ഈ ചടങ്ങുകളൊക്കെ നടക്കുകയും ഈ പൊതുദർശനം പുരോഗമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിനുശേഷം സർക്കാരിൻ്റെ ഒരു ഇടപെടൽ എന്തായിരിക്കും എന്നത് ഉറ്റുനോക്കുകയാണ് പ്രതിപക്ഷം. അതനുസരിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടാകും. KPCCയുടെ ഭാരവാഹികൾ നേരത്തെ പലരും ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM-ന്റെ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തും. MP-മാർ MLA-മാർ എല്ലാവരും ഇവിടേക്ക് എത്തും. KC വേണുഗോപാൽ MP-യും എത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം ഇനിയും ഒരുപക്ഷെ പൊതുദർശനം ഇവിടെ തുടരാനുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം ജനനിബിഡമാണ് ഈ പരിസരം എന്ന് കാണാൻ കഴിയും. ഈ തേവലക്കര ബോയ്സ് സ്കൂളിൻ്റെ റോഡിൻ്റെ ഇരുവശത്തും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച ഇപ്പോഴും കാണാം. നീണ്ട നിരയാണ്. മിഥുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരടക്കമുള്ള ആളുകൾ മിഥുനോടൊപ്പം, കുറച്ച് നാളെ മാത്രമേ ഈ സ്കൂളിൽ മിഥുനോടൊപ്പം പഠിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അടുത്ത സഹപാഠികൾ, അവനെ ഇഷ്ടപ്പെടുന്നവർ, അവൻ്റെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവരും തന്നെ അങ്ങേയറ്റം കണ്ണീരണിഞ്ഞ് മിഥുനെ യാത്രയാക്കുകയാണ്. അത്രത്തോളം ഒരു ഗ്രാമം മുഴുവൻ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നു എന്നാണ്. ഇവിടെ പൊതുദർശനം അവസാനിച്ചു കഴിഞ്ഞാൽ അമ്മ വീട്ടിലേക്ക് എത്തുന്ന മുറയ്ക്ക് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയും പൊതുദർശനം ഉണ്ടാകും. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ് അവിടെ പൊതുദർശനം അനുവദിക്കുക. അതിനുശേഷം ചടങ്ങുകൾ ഉണ്ടാകും. 5 മണിയോടുകൂടി സംസ്കാരം നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള ക്രമീകരണമാണ്. സർക്കാർ തലത്തിൽ അത്തരം ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുകയും നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ദിവ്യ, ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചു വരികയാണ്. അവിടെ വലിയ രീതിയിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 100 കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ മിഥുനെ ഒരു നോക്ക് കണ്ട് അവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഗേറ്റിന് പുറത്തേക്ക് നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഒന്ന് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി. ലിജോ റോളൻസ് കൂടിയുണ്ട്. ലിജോ, വളരെ വേഗത്തിൽ തന്നെ പൊതുദർശനം മുന്നോട്ട് പോകുന്നുണ്ട്. ആളുകൾ വളരെ വേഗത്തിൽ കണ്ട് മടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും എത്ര നേരം കൂടി പൊതുദർശനം പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദിവ്യ, നേരത്തെ ഈ പൊതുദർശനത്തിന് ആളുകൾ കയറുന്നതിന് ഒരു വേഗത കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ വൈദ്യുതി ബന്ധം പോയപ്പോൾ മൊബൈൽ മോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടായിരുന്നു. എന്നാൽ വീണ്ടും അത് പകരം ജനറേറ്റർ സംവിധാനം ഏർപ്പെടുത്തി എല്ലാ ആളുകൾക്കും ഒരു നോക്ക് കണ്ടതിന് ശേഷം മടങ്ങിപ്പോകുന്നതിനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതാണ് ആ ദൃശ്യങ്ങൾ. അതായത് 2 വരികളിലായി ആളുകളെ ക്രമീകരിച്ചുകൊണ്ട് പരമാവധി വേഗത്തിൽ തന്നെ ആളുകളെല്ലാം കണ്ടു തീർത്തതിന് ശേഷം ഈ വിലാപയാത്രയെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടന്നത്.
പറഞ്ഞിരുന്നത് 12 മണി എന്നുള്ള ഒരു സമയമാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ 12:30 ആയിരിക്കുന്നു. ഇനിയും എന്തായാലും സമയം നീണ്ടു പോകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പരമാവധി ആളുകൾ, അതായത് ഇവിടെ ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പകരം ഇവിടേക്കുള്ള ആളുകളെ എല്ലാം തന്നെ അവസാനമായി എത്തുന്ന ഒരാൾക്ക് പോലും ഒന്ന് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധ്യാപകർ ഒപ്പം തന്നെ ഏറ്റവും അടുത്ത് പരിചയമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടേക്ക് എത്തുകയാണ് കാര്യം. ഒരു വശത്ത് കൂടെയുള്ള ആളുകളുടെ ഒരു തിരക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് നേരത്തെ തന്നെ സ്കൂളിലെ അധ്യാപകർക്കും മറ്റുമൊന്നും തന്നെ കൃത്യമായി കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർക്ക് അവസാനം ഒരു ക്രമീകരണം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു വേദനിപ്പിക്കുന്ന എല്ലാവരെയും വിഷമപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന് പിന്നാലെ 2 ദിവസങ്ങൾക്കിപ്പുറം ആ മകൻ ഓടിക്കളിച്ച സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ചേതനേറ്റ ശരീരം എത്തിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നതാണ്. അതായത് കരഞ്ഞു വിളിച്ചുകൊണ്ട് അധ്യാപകർ, ക്ലാസ് ടീച്ചറിന് ആ വേദന എന്ന് പറയുന്നത് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല. അതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം വരികയും ആ ഒരു കണ്ണീർ, അതായത് ആ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കണ്ണീരണിയാതെ മിഥുനെ ഓർക്കാൻ കഴിയുന്നില്ല. അതായത് മിഥുൻ്റെ ക്ലാസ് ടീച്ചറാണ്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ അവർക്കൊന്നും ആ ടീച്ചറിനൊന്നും പുറത്ത് നമുക്കൊന്ന് സംസാരിക്കാൻ പോലും ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ല. നമുക്ക് കാണാം ഓരോ അധ്യാപകരും ഇപ്പോൾ ആ വരിയായി നിൽക്കുന്നത് ഈ സ്കൂളിലെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മിഥുനെ പഠിപ്പിക്കുന്നത്, മിഥുന് ഏറ്റവും അടുത്ത് പരിചയമുള്ളതായിട്ടുള്ള അധ്യാപകരെല്ലാം തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും കണ്ണീര് അണിഞ്ഞുകൊണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട്, മിഥുന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് അത്തരത്തിൽ തന്നെയാണ് ഓരോ അധ്യാപകരും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവസാനത്തെ ഓരോ അധ്യാപകരെയും ജീവനക്കാരെയും ഇപ്പോൾ എത്തുന്ന മിഥുനെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. എല്ലാവരും കണ്ണീരണിഞ്ഞുകൊണ്ട്, ഈ സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല ജീവനക്കാരായിട്ടുള്ളവരും എല്ലാവരും അത്തരത്തിൽ തന്നെയാണ് ഈ വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ ആണ് ഇത്തരത്തിൽ വേദനയോടും വിഷമത്തോടും കൂടെ തന്നെയാണ് ഇവിടേക്ക് എല്ലാവരും വരികയും ചെയ്യുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഥമ അധ്യാപികയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടായി. അപ്പോൾ പ്രഥമ അധ്യാപികയ്ക്ക് ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. ശാരീരികമായി ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇതിൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള, അതായത് തേവലക്കര ബോയ്സ് സ്കൂളിൽ മിഥുനുമായി പരിചയമുള്ള, മിഥുനെ അറിയുന്ന വിദ്യാർത്ഥികൾ